ഏമാനെ അവന്മാരെന്നെ കുത്തിക്കൊന്ന് ശവം കായലിലേക്ക് വലിച്ചെറിയുന്ന പറഞ്ഞിരിക്കുന്നു. മാസ്റ്റർ എഴുതി ശവം പോസ്റ്റ്മോർട്ടത്തിന് അയക്കാൻ ഏമാൻ വരേണ്ടി വരും. നാരായണപിള്ള ഭയപ്പെടാതെ ഞാൻ ചെയ്യേണ്ടത് ചെയ്യാം. നിങ്ങളൊരു പെറ്റീഷൻ എഴുതി കൊടുത്തിട്ട് പോയിക്കൊള്ളൂ. ഓ ഓ ഓ ഇന്ന് ഉത്സവമാണ്, നമുക്ക് പോണം. നീ പോയിക്കോ, എനിക്ക് വരാൻ പറ്റൂല. മുതലാളി പറഞ്ഞു കോട്ടയത്തുനിന്ന് പോകണമെന്ന്. ഇന്നോ ഉത്സവമായിട്ട്? എന്താ മുതലാളി പറഞ്ഞ പോകാതിരിക്കാൻ പറ്റുമോ? ഇത് അവസാനത്തെ പോക്കാ. ഇനി ആര് പറഞ്ഞാലും ഞാൻ എവിടെയും പോവില്ല. ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. ലളിതേ, ഉത്സവ പരിപാടിയുടെ നോട്ടീസ് എല്ലാം അച്ചടിച്ചു കൊടുത്തു പോയല്ലോ, പിന്നെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാലോ? നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണോ നോട്ടീസിൽ എന്റെ പേരിട്ടത്? നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആളുകളല്ലേ. എല്ലാ വർഷവും ഉത്സവത്തിന് ലളിതയുടെ ഡാൻസ് ഉള്ളതാണല്ലോ, അതുകൊണ്ടാണ് ചോദിക്കാതെ പേര് വെച്ചത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഈ വർഷം ഡാൻസ് ചെയ്യുന്നില്ല. കഴിഞ്ഞ വർഷം ഉത്സവത്തിനെല്ലാം എന്റെ ചേട്ടനും ഉണ്ടായിരുന്നു. ഇപ്പൊ സ്ഥിതി നിങ്ങൾക്കറിയാമല്ലോ. അമ്മേ, ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും ലളിത പരിപാടിയിൽ പങ്കെടുക്കുന്നില്ലെന്നാ പറയുന്നത്. ഡാൻസ് നടന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് തല പുറത്തു കാണിക്കാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അമ്മ ലളിതയോട് ഒന്ന് പറയണം. അവരെല്ലാരും കൂടി ഇത്രയൊക്കെ പറയുന്നില്ലേ മോളെ? നമുക്ക് പോകാം. നിങ്ങൾ ചെല്ലു, ഞങ്ങൾ വരാം. അല്ലേ ലളിതേ? അങ്ങനെ ഇനി കോട്ടയത്ത് ഒന്നും പോകുന്നില്ലെന്ന് പറഞ്ഞാ എവിടുന്ന് പോയിരിക്കുന്നത്? അയാൾ ഇനിയും കോട്ടയത്ത് പോകും. നിന്നെ കാണണമെന്ന് തോന്നുമ്പോ ഞാൻ അയാളെ കോട്ടയത്ത് പറഞ്ഞു വിടും. കാണുക, ഒരാൾ എന്നെ കാണാൻ മാത്രമാണോ ചെയ്യുന്നത്? കാണുകയല്ല, ഇപ്പോ അനുഭവിക്കല്ലേ. നിന്നെ ഞാൻ ദൈവത്തെ പോലെയാണ് കരുതിയിരുന്നത്. ആ നീ എന്റെ വീട്ടിൽ നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു. എന്നിട്ട് നിനക്ക് വേണ്ടിയല്ലേ തൊഴിലാളികളെ ദ്രോഹിച്ചത്? നീ എന്നെ കൊണ്ട് പോലീസുകാരനെ കൊല്ലിച്ചില്ലേ? നീയാണ് അതൊക്കെ ചെയ്യിച്ചെന്ന് ഞാൻ പോലീസിനോട് പറയാൻ പോകും. നാടല്ലേ, എന്തുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാമല്ലോ. നിങ്ങൾ വാ. തുടരുത് തന്നെ. അയ്യോ! വന്നേ, ഇറങ്ങിയെടുക്കൂ. നെഞ്ചിലെ മുറിവിന് 3.5 ഇഞ്ച് നീളമുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഒറ്റ കുത്തിന് കൊന്നിരിക്കുന്നു. ഗോപിയും തങ്കപ്പനും കൂടിയാണ് കൊന്നത്.
എന്താ സംശയമുണ്ടോ? ഗോപിയും തങ്കപ്പനും നാരായണപിള്ളയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി അയാൾ ഒരു പെറ്റീഷൻ തന്നിരുന്നു. അവരെവിടങ്ങളിൽ തന്നെയുണ്ട്. നിങ്ങൾക്കിതുവരെ അവരെ പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എനിക്ക് എല്ലാ തരത്തിലും വേണ്ടപ്പെട്ട ഒരാളാണ് നഷ്ടപ്പെട്ടത്. അവരിനി പിടിക്കും തന്നെയായിരിക്കും. എന്റെ രക്ഷ ഞാൻ നോക്കണ്ടേ? അതിനു വേണ്ടിയാണ് ഈ തോക്ക്. സാർ, സാർ, ഇങ്ങോട്ട് കയറി വാടി. ഇങ്ങോട്ട് മാറിയില്ലേ? ഇങ്ങോട്ട് മാറി. ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് അല്ലേ ഇങ്ങോട്ട് നീങ്ങില്ലേ? ഗോപിയും തങ്കപ്പനും എവിടെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? എനിക്കറിയില്ല. അറിയില്ല അല്ലേ? എടീ, നിന്നെ കാണാൻ തങ്കപ്പൻ വരാറില്ലേ? ഇല്ല. അവൻ എവിടെയുണ്ടെന്ന് അറിയാമോ? അറിയില്ല. നിങ്ങൾ ആരും സത്യം പറയില്ല അല്ലേ? ഉത്തരവ്. ഇവരാരും പറയില്ല, നമ്മൾ പറയിപ്പിക്കണം. ഏമാനെ, ഈ പോലീസുകാരുടെ ഉപദ്രവം കൊണ്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ വയ്യ. ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് ഇവരെ ഒന്ന് പറഞ്ഞു വിലക്കണേ. ഓഹോ, പോലീസുകാരൊരു ശല്യമാണല്ലേ? നിങ്ങളുടെ മകൻ പോലീസുകാരനെ കൊന്നു, നാരായണപിള്ളയെ കൊന്നു, നാട്ടിൽ വിപ്ലവം ഉണ്ടാക്കുന്നു. അവൻ രാജ്യദ്രോഹിയാണ്. നിങ്ങൾ അവനെ വീട്ടിൽ ഒളിവിൽ താമസിപ്പിച്ചിട്ടുള്ളതായി എനിക്കറിയാം. അതിനുള്ള ശിക്ഷ എന്താണെന്നറിയാമോ? ശരിയാണ്. ഞാൻ അവനെ എന്റെ വീട്ടിൽ ഒളിച്ചിരുത്തി. അവന് ചോറ് കൊടുത്തു. അതൊരു തെറ്റാണല്ലേ? എങ്കിൽ അതിനു മുമ്പ് ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടേ മാനെ. എന്റെ ഈ വയറ്റിൽ 10 മാസം ഞാൻ അവനെ ഒളിച്ചിരുത്തി. എന്നെ മുലപ്പാല് കൊടുത്ത് വളർത്തി. എന്നാൽ അതിനും കൂടി എന്നെ ശിക്ഷിക്കണം. അവരെവിടെയുണ്ടെന്ന് നിങ്ങൾ പറയില്ല അല്ലേ? വാസുള്ളേ, ഉത്തരവ്. ഇവരെ കൊണ്ടുപോയി ചോദിക്കേണ്ടത് പോലെ ചോദിക്കേ. ഇങ്ങോട്ട് കയറിയോട്ട്. അമ്മയെയും അവർ തല്ലിയല്ലേ? എല്ലാരെയും തല്ലി. ചെയ്യാത്ത കുറ്റത്തിനാണ് ഞാൻ ശിക്ഷ പേടിച്ചു കൊടുത്തത്. കുറ്റം ചെയ്തിട്ട് ഒളിവിൽ കഴിയും. മുതലാളിയെ കൊല്ലണം. വേണ്ട ഗോപി, വേണ്ട. അങ്ങനെ ചിന്തിക്കരുത്. എന്നെ സ്വീകരിക്കാൻ ജയിലിന്റെ വാതിൽ തുറന്നു കിടക്കുക, അല്ലെങ്കിൽ മരണത്തിന്റെ വാതിൽ. എന്തിനാണ് മരണത്തെക്കുറിച്ച് പറയുന്നത്? ജീവിതത്തെക്കുറിച്ച് പറയൂ. നമുക്ക് ജീവിക്കണം. അതിനനുവദിച്ചില്ലെങ്കിലോ? ഗോപി, ഈ കായൽ കരയിൽ എവിടെയോ ഒരു വീട്. അതിന്റെ മുൻവശത്ത് മണ്ണെണ്ണ വിളക്കും കത്തിച്ചു വെച്ച് വാതിലും തുറന്നിട്ട് നിങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുന്നു. ഇതെന്റെ ഒരു സ്വപ്നമാണ്. നമുക്ക് സ്വപ്നങ്ങളേ ഉള്ളൂ. ജീവിതം കൈമോശം വന്നു പോയി. നമുക്ക് പോവാം. എനിക്ക് അമ്മയെ ഒന്ന് കാണണം. ഗോപി അങ്ങോട്ട് വരണ്ട. അത് പറയാനാണ് അമ്മ എന്നെ ഇങ്ങോട്ട് അയച്ചത്. പാസുപിള്ളിയും കുട്ടൻപിള്ളിയും ഇപ്പൊ അവിടെ കാവലുണ്ടാവും. നീ വാ, നമുക്ക് അവരെ കണ്ണു വെട്ടിക്കാമോ നോക്കാം. വാ. ആരാത്? ഞങ്ങളാ പോലീസുകാര്. മനസ്സിലായി. ഉടുപ്പും തൊപ്പിയും കണ്ടാൽ അറിയാം പോലീസുകാരാണെന്ന്. പ്രത്യേകം പറയണ്ട. എടി എടി എടി, നിന്നെ ഇന്ന് സ്റ്റേഷനിൽ കെട്ടി ഓവറാൾ ചെയ്ത് വിട്ടതല്ലേ? എന്നിട്ട് നിന്റെ തണ്ട് കുറഞ്ഞില്ലേ? ഇനിയത് കുറയില്ല, കൂടുകയേ ഉള്ളൂ. നിങ്ങൾ കൊണ്ടേ തല്ലിയപ്പം അതിന്റെ വേദന ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലായി. ഒരു ബീഡിഞ്ഞുണ്ടാ. എന്നാ ഞാൻ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. ഞാനും വരാം, എനിക്കും കുടിക്കണം. എടോ, നമ്മൾ രണ്ടുപേരും കൂടി പോയാലേ നമ്മൾ തിരിച്ചു വരുന്നതിന് മുമ്പ് അവന്മാരിവിടെ വന്നിട്ട് പോകും. അതുകൊണ്ട് താനിവിടെ ഇരി, ഞാൻ പോയി വന്നിട്ട് തനക്ക് പോകാം. ഞാൻ തനിച്ചിവിടെ ഇരിക്കുന്ന കാര്യം അവന്മാര് വരുമ്പോ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എന്താ കുഴപ്പം? ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താ ആലോചിക്കാനടോ? അല്ല, ചേട്ടനൊന്ന് ആലോചിച്ച് നോക്ക്.
ശരിയാ. ചേട്ടനും ഒറ്റയ്ക്കാ ചായ കുടിക്കാൻ പോകുന്നത്? ഒറ്റയ്ക്കാണല്ലേ? ആ, താനും വാ. ഞാനും വരാം. ആരാണത്? ഞാനല്ല. അമ്മേ, മോനെ, അവർ ഒരുപാട് ഉപദ്രവിച്ചു അല്ലേ അമ്മേ? നിനക്ക് വേണ്ടി ഞാൻ മരിക്കാം മോനെ. നീ രക്ഷപ്പെട്ടാ മതി. മരണത്തിന്റെ ദിവസങ്ങൾ നീട്ടിക്കൊണ്ടുപോകാമെന്നല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലമ്മേ. മരണം കാക്കിയുടുപ്പിട്ട് നിയമത്തിന്റെ വേഷത്തിൽ എന്നെ വേട്ടയാടുകയാണ്. അവരെന്നെ പിടിക്കുന്നതിന് മുമ്പ് എന്നെ ഈ നിലയിലാക്കിയവനോട് ഞാൻ പകരം ചോദിക്കും. അമ്മയ്ക്കും പേടിയായിരുന്നു മോനെ. നീ തൊഴിലാളികൾക്ക് വേണ്ടി യൂണിയൻ ഉണ്ടാക്കിയപ്പോ അതെന്തോ വേണ്ടാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നി. ഇപ്പോ എനിക്കെല്ലാം മനസ്സിലായി. നീ ചെയ്യുന്നത് നല്ല കാര്യമാണ്. നീ എപ്പോഴും പാവപ്പെട്ടവരുടെ കൂടെ ഉണ്ടായിരിക്കണം. അവർക്ക് വേണ്ടി നീ മരിക്കണം. മോൻ പൊയ്ക്കോ. എപ്പോഴാ കാലന്മാര് വരുന്നെന്ന് അറിഞ്ഞുകൂടാ. മുതലാളി ഇതിലെ വരുമ്പോ ഞാൻ ഒളിച്ചിരുന്ന് കല്ല് പറിക്കെറിയും. മോനോടെ മാവും പോട്ടെ. മോനെ, എനിക്കിനി നിന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? പോ മോനെ, പൊയ്ക്കോ. ഞങ്ങൾ പിടിച്ചോണ്ട് പോകുന്നില്ല. ഞങ്ങൾക്ക് നിന്റെ മാമനെ ഒന്ന് കണ്ടാ മാത്രം മതി. ഞാൻ കാണിച്ചു തരട്ടെ? രണ്ടുപേരും ഉണ്ടോ? തങ്കപ്പനും ഉണ്ടോ? ഒന്ന് കൊള്ളാ കാണിച്ചോ? രണ്ടുപേരും ഉണ്ട്, ഒളിച്ചിരിക്ക. എവിടെ മോനെ കാണിച്ചതാ? മിഠായി മേടിക്കാൻ കാശ് തരാം. കാശുതാ. കാശ് കൊറേ. എന്റെ കാശില്ല. ഇവനെന്ത് ദരിദ്രവാസിയടാ. കാണിച്ച കാണിച്ച. ദേ ആ വെള്ളത്തിലുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങണേ. ഞങ്ങളാ പോലീസ്. മാരകായുധങ്ങൾ വല്ലതുണ്ടെങ്കിൽ താഴെ വെച്ചേക്ക്. കീഴടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇങ്ങോട്ട് ഇറങ്ങണേ. ഇറങ്ങത്തില്ലല്ലോടാ. നിങ്ങൾ ഇറങ്ങില്ലേ ഞങ്ങൾ അകത്തോട്ട് കയറും. വാസുള്ള ചേട്ടാ കേറ്. ഞാനും വരണോ? അയ്യോ വാസുള്ള ചേട്ടാ നീ കേറടേ. കേറാം. പേടിക്കണ്ട, കേറ്. നോക്ക്. ഞാൻ നോക്കാം. ചുമ്മാ പേടിക്കാതെ. മനുഷ്യരെ പേടിപ്പിക്കേ. ഇന്ന് അവന്മാരെ പിടിക്കണം നമുക്ക്. നീ ആദ്യം അവന്റെ മാരകായുധത്തെ തന്നെ പിടിക്കണം. മനസ്സിലായോ? പേടിക്കണ്ട, ഞാനുണ്ട്. പിന്നെ കൊള്ളാം. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ വാസുള്ള ചേട്ടാ. ശരി, ആരെയും കാണുന്നില്ലല്ലോ. ഒരുപക്ഷെ അവന്മാര് വെള്ളത്തിൽ ചാടിയതായിരിക്കും. ശരിയാ. വെള്ളം പോകുന്നു. ചുമ്മാ തമാശ പറയാ ചേട്ടാ. ഈ നേരത്താണോ തമാശ പറയുന്നത്? വെള്ളം പോകുന്നു. വെള്ളമല്ലോ വെള്ളം. അയ്യോ അയ്യോ, കടലോട്ട് പോകുന്ന വെള്ളം പിടിക്കണേ. പിടിക്കാൻ വയ്യ. പിടിക്കണേ. വെള്ളം പിടിക്കാം. അയ്യോ അയ്യോ, വെള്ളം പിടിക്കണേ. അയ്യോ തുഴയാൻ തുഴയാ. അയ്യോ കടലിലോട്ട് പോകുന്നേ. അയ്യോ ഇച്ചിരി വെള്ളം എന്താ? മുങ്ങുമ്പോ കുടിക്കാം. എന്നോട് പറയേണ്ട ഭാഷയല്ല. അയ്യോ ലാത്തി പോയി ചേട്ടാ. ലാത്തി പോയി എന്നെ കൊണ്ട്. അയ്യോ ഇനി കാലുകൊണ്ട് തുഴയാ. ഭവാനി, ഈ കേസിൽ നിന്ന് അവൻ തലയോരി പോരുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ നിന്നാൽ ഇവളെ ആര് കെട്ടിച്ചയക്കും? അവന്റെ പെങ്ങളാണെന്ന് അറിഞ്ഞാൽ ഇവളെ ആരെങ്കിലും കെട്ടുവോ? നിങ്ങൾ ഈ സ്ഥലം വിട്ടു പോകണം. അവന്റെ അമ്മയും പെങ്ങളുമാണെന്ന് അറിയാതെ ജീവിക്കണം. എന്നാലേ ഇവൾക്കൊരു ജീവിതം ഉണ്ടാവും. വേറെ എങ്ങോട്ടും പോകണമെന്നല്ലല്ലോ ഞാൻ പറയുന്നു. എന്റെ കൂടെ വരാനല്ലേ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. എന്റെ കാര്യം ഓർത്തിട്ടാണോ? അതോർത്തിട്ട് അമ്മ പോവാതിരിക്കരുത്. നീയും ഞങ്ങളുടെ കൂടെ വാമോളെ. ഞാൻ വരുന്നില്ലമ്മേ. തങ്കപ്പനോ ഗോപിയേട്ടനോ വന്നാൽ ഇച്ചിരി കഞ്ഞി കൊടുക്കാൻ ആരുണ്ട്? അവരെ കാത്തിരിക്കാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ അമ്മേ? ഭവാനി, നീ വരുന്നോ ഇല്ലയോ ഇപ്പൊ തീരുമാനിക്കണം. ഇവളുടെ ഭാവി ഓർത്താ ഞാൻ ഈ പറയുന്നു. ഞാൻ വരാൻ ചേട്ടാ. എന്നാ ഇനി സമയം താമസിക്കണ്ട, ഉടനെ പുറപ്പെടണം.